നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് മത്തങ്ങ ഹൽവ. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല വിളഞ്ഞ മത്തങ്ങയാണ് വേണം. നല്ലൊരു ഹൽവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഇത് അടച്ച് നമുക്കിത് നല്ല രീതിയിൽ വേകണം. 1-2 വിസിൽ കേൾക്കട്ടെ. നമ്മളിത് മിക്സിയിൽ നല്ല രീതിയിൽ ഇതുപോലെ അടിച്ചെടുത്തു. നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടി, കട്ടിയുള്ള ഉരുളിയോ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഇടുക. ഇനി ഇതിലേക്ക് ഇത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ടു. അതുപോലെ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയാണിത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, കുഴപ്പമില്ല. വറുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇത് ഒരു തേങ്ങയുടെ പാലാണ്. നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ച് നമ്മൾ നല്ല കൊഴുത്ത പാലെടുത്തിരിക്കുകയാണ്. ഇത് ഇതുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കിലോ ശർക്കര ഇതുപോലെ ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ശർക്കരയെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി. ഇനി നമ്മൾ തേങ്ങാപ്പാലിൽ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കോൺഫ്ലോറും അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇത് നല്ല രീതിയിൽ ഇത് ഇളക്കി ഇതിനെ കുറുക്കിയെടുക്കണം. കുറേ നേരം ഇളക്കണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഇത് ഒരു 50 ഗ്രാം ഇട്ടാൽ മതി. ഞാനിപ്പോൾ 50 ഗ്രാം തന്നെ ഇതുപോലെ സ്ലൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്ലൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ 50 ഗ്രാം നമുക്ക് ഇട്ട് കൊടുക്കണം. ഒറ്റയടിക്കല്ല ഇട്ട് കൊടുക്കുന്നത്, ഓരോ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. അടി പിടിക്കണ അനുസരിച്ച് നമുക്ക് ഓരോ കഷ്ണം പീസ് ഇട്ട് കൊടുക്കാം. ആകെ 50 ഗ്രാം ബട്ടർ മതി. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് മതി. ഇത് നല്ല രീതിയിൽ ഇളക്കണം, അടിയിൽ പിടിക്കാതെ. ഈ ഹൽവയ്ക്ക് ആവശ്യമായ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതുപോലെ അല്പം നെയ്യിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് നേരം ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടറും കൂടെ. അപ്പോൾ മൊത്തം 50 ഗ്രാം ഇട്ടു. ഇനി മതി, അത്ര മതി. ഇതും നല്ല രീതിയിൽ ഇളക്കി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ പാകമാണ് ഹൽവ പാകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇളക്കി തുടങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇതൊരുവിധം തന്നെ പാകമായിട്ടുണ്ട്. ഈ സമയത്ത്
ഏലക്കാപ്പൊടിയാണ് ഇടുന്നത്. കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ്. അത് നല്ല രീതിയിൽ പൊടിയാൻ വേണ്ടി പഞ്ചസാര ഇട്ടതാണ്. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം അത് അലുവയുടെ പാകമായിട്ടുണ്ട്. ഈ ഏലക്കാപ്പൊടി ഒന്ന് നല്ല രീതിയിൽ ഇതിലേക്കൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്കിത് തീ ഓഫാക്കാം. നമ്മൾ ബട്ടർ പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് നമ്മളിതെല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മസും നമുക്കിതിലേക്ക്, അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇങ്ങനെ മിനുസപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ മത്തങ്ങ അലുവ തണുത്തിട്ടുണ്ട്. നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ലൊരു അലുവ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇടുന്ന നേരത്ത് അടിയിൽ അല്പം അണ്ടിപ്പരിപ്പൊക്കെ നിരത്തിയതിന് ശേഷമാണ് നമ്മളിത് ഒഴിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഡീമോൾഡ് ചെയ്തിടുമ്പോൾ ഇവിടെയും നട്ട്സൊക്കെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ അലങ്കരിക്കാനായിട്ട് നമുക്കിങ്ങനെ വെക്കാം. അപ്പം നല്ലൊരു മത്തങ്ങ അലുവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.